സെലിബ്രിറ്റീസ് എല്ലാവരും അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് ക്യൂട്ടസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി അത് എന്താണെങ്കിലും മൗത്ത് പബ്ലിസിറ്റി അല്ലേ, ബാക്കി എന്തിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു നെറ്റ്വർക്ക് ആണ്. അവർക്ക് കിട്ടുന്ന സർവീസിലായിക്കോട്ടെ, പ്രോസസ്സിംഗിലായിക്കോട്ടെ, പ്രൊസീജിയർ ചെയ്യുന്ന രീതിയിലുമൊക്കെ അവർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ ത്രൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് അടുത്ത ആൾക്കാരെ കിട്ടും. ഒബ്വിയസ്ലി ഇപ്പം വന്നിരിക്കുന്ന സെലിബ്രിറ്റീസ് സൈഡിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. സെലിബ്രിറ്റീസ് എന്നുള്ളത് ഇപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ ചോദിക്കുന്ന ഫസ്റ്റ് ഒരു കാര്യം, സെലിബ്രിറ്റീസിനെ മാത്രമേ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ, അവരെ മാത്രമേ കെയർ ചെയ്യുന്നുള്ളൂ. ഞാൻ പറയും ഇവിടെ ഉള്ളൊരു 1% സെലിബ്രിറ്റീസേ ഉള്ളൂ, ബാക്കി അതർ ക്ലയൻസ് എല്ലാം നോർമൽ ക്ലയൻസ് ആണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ടെസ്റ്റിമോണിയൽസ് നോക്കുകയാണെങ്കിലും സെലിബ്രിറ്റീസ് ടെസ്റ്റിമോണിയൽ ഒരു 1% ആണെങ്കിൽ ബാക്കി 99% നോർമൽ ക്ലയൻസിൻ്റെ ടെസ്റ്റിമോണിയലാണ്. അപ്പോൾ ഇതിൽ എനി ക്ലയൻസ് അത് ആരാണെങ്കിലും, ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും നോർമൽ ക്ലയൻസ്. പക്ഷേ സെലിബ്രിറ്റീസിന് ഇവിടെ ഉള്ളൊരു ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനുള്ള ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തു, അവർക്കുള്ള ആ ഫ്ലെക്സിബിലിറ്റി ഇവിടെ വരുന്ന രീതിയിൽ. പിന്നെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് പറ്റിയ പോലത്തെ കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിച്ച് അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല, അവരുടെ ടൈമിങ് അതിനനുസരിച്ച് പറ്റണമെന്നില്ല. അപ്പോൾ അതെല്ലാം ഫാക്ടർ ചെയ്തുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടും പ്ലസ് ഞാൻ പറഞ്ഞ റിസൾട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.